അതായത് കെ മുരളീധരന്റെ റോള് കൂടി നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം കെ മുരളീധരൻ വളരെ അസ്വസ്ഥനാണ്. എല്ലാ ജില്ലകളിലും കെ മുരളി അതായത് തോറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു വലിയ സഹതാപത്തിൻ്റെ തരംഗം അദ്ദേഹത്തിന് അനുകൂലമായി കോൺഗ്രസ് അണികളിൽ രൂപപ്പെടുന്നു. ഒരു തോറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് വേറൊരർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാഭാവിക അർത്ഥത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കെ മുരളീധരൻ്റെ റോള് നോക്കൂ. ഇരുട്ടിൻ്റെ ശക്തികളാണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്ന കാര്യങ്ങളെ ചോർത്തി പുറത്തേക്ക് വിട്ടത്. സതീശനെ തന്നെയാണ് ഒളിയമ്പെയ്യുന്നത്. നേരത്തെ കെ സുധാകരൻ അനുകൂലമായി പല പ്രസ്താവനകളും കെ മുരളീധരൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ പരാജയം മാത്രമല്ല, അത് വളരെ ദയനീയമായ പരാജയം കൂടിയായിപ്പോയി. അത് കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായിട്ട് തന്നെ BJP സ്ഥാനാർത്ഥിക്ക് പോയി. അതാണ് അതിൻ്റെ സത്യം. നമ്മളതേക്കുറിച്ച് കൂടുതൽ തർക്കിച്ചിട്ടോ തല പുകഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല. പക്ഷേ അത് കെ മുരളീധരന് സഹിക്കാവുന്നതിലും അപ്പുറത്തെ ഒരു ഷോക്കാണ് അതിപ്പോഴും അദ്ദേഹത്തിനുണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ സജീവമായ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അതേസമയം സജീവമായിട്ട് തന്നെ പാർട്ടിയിലെ ചേരിതിരിവിൽ ഒക്കെ പങ്കെടുത്ത് വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാനീ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹവും കെ മുരളീധരനും കേരള രാഷ്ട്രീയത്തിൽ ഒരു താഴെ നിന്ന് വളർന്ന് വലുതായ ഒരു നേതാവ് തന്നെയാണ്. ഒരു നേതാവ് എന്ന നിലയ്ക്ക്, പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പലയിടത്തും പലപ്പോഴും അദ്ദേഹത്തെ തഴയുന്ന ഒരു രീതിയും നിലപാടും പല നേതാക്കന്മാരും പല ഗ്രൂപ്പുകളും എടുത്തിട്ടുമുണ്ട്. അതിനൊക്കെ ഒരു പക്ഷേ എതിരായിട്ട് നിൽക്കുകയായിരിക്കാം. ഒരു സ്വന്തം അജിംഷാദെ ഇന്നത്തെ വിഷയം കേരളത്തിൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിനകത്തൊരു സ്ഥാനം വേണമെങ്കിൽ ഒരു നിലപാട് വേണം. ആ നിലപാട് ഇതുപോലെയുള്ള പ്രസ്താവനകളിൽ കൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതുപോലെയുള്ള ഈ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം നിലപാടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളാണ്. ആ ഘടകങ്ങളിലൂടെയാണ് ഒരാൾ, സ്വന്തം നിലപാടിലൂടെയാണ് ഒരാൾ നേതാവാകുന്നത്. അങ്ങനെ നേതാവാകാനുള്ള ഒരു പുതിയ ഒരു കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കെ മുരളീധരൻ എന്ന് വേണം ഇതിനെ കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം.